ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാഫ് ഇയർലി എക്സാം 5ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ഒരു 2026 മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ മുൻ വർഷങ്ങളിലെ ഒരുപാട് ചോദ്യപേപ്പർ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം വരുന്നത് ഫിഖ്ഹുൽ ഇസ്ലാമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നത് എന്ന് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തത് തല മറക്കാതെ നിസ്കരിക്കൽ. തല മറക്കാതെ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ് എന്നുള്ളത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തതോ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താണ്? ഉളൂ ചെയ്യണം. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അടുത്തത് സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ്. ഏതാണ്? ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഹേളാണ്. നിഫാസ് പ്രസവശേഷമാണ്. ഇസ്തിഹാല അതൊരു രോഗരക്തമാണ്. അടുത്തത് നിസ്കാരത്തിൻ്റെ സമയം ആവൽ ഷർത്താണ്. ആർക്കാണ് നിസ്കാരത്തിൻ്റെ സമയം ആവൽ ഷർത്ത്? തയമ്മും ചെയ്യുന്നവർക്കാണ് നിസ്കാരത്തിൻ്റെ സമയം ആവൽ ഷർത്ത്. അടുത്തതോ ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാണ്. ചെറിയ അശുദ്ധി ഉളൂ ഇല്ലാതെ ചെയ്യൽ ഹറാമായ കാര്യമാണ് ഇവിടെ തവാഫ്. നോമ്പ് നോൽക്കാനും ഖുർആൻ പാരായണം ചെയ്യാനൊന്നും ഉളൂ ആവശ്യമില്ല. ഖുർആൻ തൊടാനാണ് ഉളൂ നിർബന്ധമുള്ളത്. അപ്പോൾ ഇവിടെ തവാഫിന് ഉളൂ നിർബന്ധമാണ്. അപ്പോൾ അത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. ഉളൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്തതാണ് തവാഫ്. അടുത്ത ഇനി ചേരുമ്പടി ചേർക്കാനാണ്. രോഗരക്തമാണ് എന്ത്? ഇസ്തിഹാല. അപ്പോൾ അതിൻ്റെ ഡി നമുക്കിവിടെ എഴുതാം. രോഗരക്തം ഇസ്തിഹാല. അടുത്തതോ ജുമുഅ നിസ്കാരം എന്താണ്? ജുമുഅ നിസ്കാരം വാജിബാണ്. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. ഇനിയോ അദാൻ വിളിക്കൽ എന്താണ്? അദാൻ വിളിക്കൽ മന്ദൂബാണ്, സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ മുട്ടുമറയാത്ത വസ്ത്രം ധരിക്കൽ ഹറാമാണ്. അപ്പോൾ അതിൻ്റെ എ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനിയാ തല മറക്കാതെ നിസ്കരിക്കലാണ് മക്രൂഹ്, അതായത് കറാഹത്ത്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമുക്കിതിൻ്റെ മറ്റു പേരുകളൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് ഇങ്ങനെ വന്ന് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. സുന്നത്തിന് മന്ദൂബ്, വാജിബിന് ഫർള്, കറാഹത്തിന് മക്രൂഹ്, മുബാഹിന് ഹലാല് എന്നും ഒക്കെ പേരുകളുണ്ട്. ഇനി പൂരിപ്പിക്കാനാണ്. ഷർഇയായ ഡേഷ് 5 എന്താണ്? ഷർഇയായ വിധികൾ 5 അഹ്കാമു ഷർഇയ ഹംസത്തുൻ. ഇനിയോ വ ഇൻ കുന്തും ഡേഷ് ഫതഹറു. വ ഇൻ കുന്തും ജുനുബം ഫതഹറു. നിങ്ങൾ ജനാബത്തുകാരായാൽ ശുദ്ധിയാവണം. അടുത്ത ചോദ്യം തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ഡേഷും തടവണം. എന്താണ്? ആദ്യം മുഖവും പിന്നീട് ഇരു കൈകളും തടവണം. അപ്പോൾ നമുക്കവിടെ ഇരു കൈകളും എന്നത് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ഭൂമി എനിക്ക് ഡേഷും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. അടുത്തത് നജസോടുകൂടി ഡേഷ് ശരിയാവുകയില്ല. എന്തായിരുന്നു? നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. അടുത്തതോ കാണാൻ കഴിയാത്ത ചെറിയ നജസ് ഡേഷിൽ ഇളവുണ്ട്. അതാണ് കാണാൻ കഴിയാത്ത ചെറിയ നജസ് നിരുപാധികം ഇളവുണ്ട്. എല്ലായിടത്തും ഇളവുണ്ട്. രണ്ടും എഴുതാട്ടോ. ഇനിയോ ദുആ ചെയ്യുന്നവരെ ഡേഷ് ഇഷ്ടപ്പെടുന്നു. എന്താണ്? ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അടുത്തതാ ദുആ ഡേഷ് ആയുധമാണ്. എന്താണ്? ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ വിധി സുന്നത്ത്. അടുത്തതോ വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർള്.
മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. അടുത്തത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു ചെയ്യണം? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. അടുത്തത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു ചെയ്യണം? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അടുത്തത് പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തം നിഫാസ്. തയമ്മും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? തയമ്മും ചെയ്യേണ്ടത് ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാണ്. അടുത്തത് ജലജീവികളുടെ കാഷ്ടം എന്തിലാണ് ഇളവുള്ളത്? ജലജീവികളുടെ കാഷ്ടം വെള്ളത്തിൽ ഇളവുള്ളത്. ഇനി ശുദ്ധീകരണം എത്ര വിധം? ശുദ്ധീകരണം 2 വിധമാണ്. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ അധികം ആളുകൾക്കും തെറ്റാറുണ്ട്. നമ്മൾ പാഠഭാഗത്തിൽ സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. അവിടെ സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധമുണ്ട് എന്ന് ചോദിച്ചാലാണ് 4 വിധം എന്ന് എഴുതേണ്ടത്. അവ ഏതെല്ലാന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾക്ക് മുമ്പ് ഉളൂവും ചില കാര്യങ്ങൾക്ക് ശേഷം ഉളൂവും, അതുപോലെ ചില കാര്യങ്ങൾക്ക് മുമ്പ് കുളിയും ചില കാര്യങ്ങൾക്ക് ശേഷവും കുളി സുന്നത്തുണ്ട്. ഇതാണ് സുന്നത്തായ ശുദ്ധീകരണങ്ങൾ 4 വിധം. ഇവിടെ നമുക്ക് ചോദ്യം വന്നത് ഇവിടെ നമുക്ക് ശുദ്ധീകരണം എത്ര വിധമുണ്ട് എന്നാണ്. ശുദ്ധീകരണം 2 വിധം, ഫർളും സുന്നത്തും. അങ്ങനെ അത് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ഇനി ഉത്തരം എഴുതാനാണ്. വാജിബ് എന്നാൽ എന്താണ് വാജിബ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. 5 വക്ത് നിസ്കാരം പോലെ. അതുപോലെ നമുക്ക് എന്താണ് സുന്നത്ത്, എന്താണ് ഹറാം, ഇതൊക്കെ വന്ന് നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. അടുത്തത് എന്താണ്? ലാ തസിഹുസ്സലാത്ത ബിൻ നജസി. അർത്ഥം എഴുതണം. എന്താണ്? നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. അടുത്ത ചോദ്യം, അഹ്കാമു ശർഇയ്യ ഏവ. അഹ്കാമു ശർഇയ്യ 5 എണ്ണം ഏതൊക്കെയാണ്? വാജിബ്, സുന്നത്ത്, മക്റൂഹ്, ഹറാം, മുബാഹ്. അടുത്തത് വലിയ അശുദ്ധിയുടെ കാര്യങ്ങൾ ഏവ. വലിയ അശുദ്ധി ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദ്രിയം സ്ഖലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈൽ ഉണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ ഉണ്ടായാൽ വലിയ ശുദ്ധി ഉണ്ടാകും. അടുത്തത് ശർഇയായ കുളി എന്നാൽ എന്താണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്തോടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശർഇയായ കുളി. അടുത്തത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഉളൂ ആണ്. ഉളൂ ഇല്ലാതെ ഹറാമാകുന്ന കാര്യങ്ങൾ: നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമുഅ, ഹുത്തുബ, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ. ഈ കാര്യങ്ങളിൽ നിന്ന് 3 എണ്ണം അവിടെ എഴുതാനാണ് വന്നത്. അടുത്തത് എന്താണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തരായവർ ആരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തരായവർ ദുആ ചെയ്യാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി തയമ്മുമിൻ്റെ നിയ്യത്ത് എന്താണ് തയമ്മുമിൻ്റെ നിയ്യത്ത്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അടുത്തത് മുമ്പ് ഉളൂ സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. മുമ്പ് ഉളൂ സുന്നത്തായ കാര്യങ്ങൾ: അറിവ് പഠിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അദാൻ വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, മയ്യിത്ത് ചുമക്കുക. അതൊക്കെ മുമ്പ് ഉളൂ സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പം അതൊന്ന് നമുക്ക് 3 എണ്ണം എഴുതി കൊടുക്കാം. അതുപോലെ ശേഷം ഉളൂ ഉള്ളതും മുമ്പ് കുളി സുന്നത്തുള്ളതും ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് വിശദീകരിക്കാനാണ്. എന്താണ്? ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഒരു സഹാബി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ ആണ്. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ നാം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലും റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ചേർത്തവിടെ വിശദീകരിക്കാം. ഇനിയോ ശുദ്ധീകരണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്?
അത് മാലിന്യമില്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷവും അലസതയും അകറ്റും. ഈ കാര്യങ്ങളാണ് ശുദ്ധീകരണം കൊണ്ടുള്ള നേട്ടങ്ങൾ. ഇനി നിസ്കാരത്തിൽ ഇളവുള്ള നജസുകൾ. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം, ഊന് പൊട്ടി വരുന്ന രക്തം, ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. അപ്പോൾ അവിടെ നിസ്കാരത്തിൽ ഇളവുള്ള നജസുകൾ അപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാൻ 5 വരി കുറയാതെ വന്നതൊക്കെ ആണെങ്കിൽ അവിടെ സ്വന്തം ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ളവയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അവൻ്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ ഡ്രസ്സിലോ മറ്റോ പുരണ്ടാൽ അതിന് അഫുവുണ്ട്. അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ കുറഞ്ഞതിന് മാത്രമേ അഫുവുള്ളൂ. അതൊക്കെ എഴുതണം. അടുത്തത് എന്താണ്? ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 എണ്ണമാണ്. ഹൈള്, നിഫാസ്, ഇസ്തിഹാല. അത് വിശദീകരിക്കാൻ 5 വരി കുറയാതെ വന്നതാണെങ്കിൽ നമ്മൾ എന്താണ് ഹൈള്, എന്താണ് നിഫാസ്, എന്താണ് ഇസ്തിഹാല, ഹൈളിലെ കുറഞ്ഞത് കൂടിയത് സാധാരണ, നിഫാസിലെ കുറഞ്ഞത് കൂടിയത് സാധാരണ, അതൊക്കെ മനസ്സിലാക്കാം. 2 ഹൈളിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ് എന്നൊക്കെ ചേർത്തിട്ട് നമുക്കവിടെ 5 വരി കുറയാതൊക്കെ എഴുതാൻ കഴിയണം. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.